Hello, Namaskaram. Welcome back to my channel. You're watching Anecdotes and this is Aisha. If you're here for the first time, please don't forget to subscribe. ഇന്ന് ഞാനൊരു ബുക്ക് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ബുക്കിൻ്റെ പേര് ഭൂക്ക്. ജിയോ ജോർജ് ആണ് ഓതർ. മാൻകൈൻഡ് ലിറ്ററേച്ചറാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 140 റുപ്പീസാണ് ഇതിൻ്റെ കോസ്റ്റ് ആൻഡ് 72 പേജസ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് 3-ാം പതിപ്പാണ്. ഓൾറെഡി 4 പതിപ്പ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ജിയോ ജോർജിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ 5-ാം പതിപ്പ് കമ്മിങ് സോൺ എന്നുള്ള രീതിയിൽ കണ്ട പോലെ തോന്നി. ആൻഡ് ദിസ് ഈസ് ആൻ ഓതർ സൈൻഡ് കോപ്പി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോയി ചോദിച്ച് മേടിച്ചതാണ്. അപ്പം ബുക്കിൻ്റെ അകത്തുള്ളത് 11 ചെറുകഥകളാണ്. ഒരു ചെറുകഥാ സമാഹാരമാണ്. ആൻഡ് ഇതിലെ മിക്ക കഥകളും ഓൾറെഡി പല സ്ഥലങ്ങളിലും അച്ചടിച്ച് വന്നിട്ടുള്ളതാണ്. ആൻഡ് കഥകൾ എന്ന് പറയുന്നത് ഭൂക്ക്, പിന്നെ ടൈഗർ പറഞ്ഞ കഥ, ചുവന്ന രക്തം ചിതറിയ വെള്ളപ്പൂക്കൾ, മലഞ്ചെരുവിൽ പുലർക്കാറ്റ് വീശുമ്പോൾ, വിപ്ലവ നക്ഷത്രം, റഷ്യൻ ചാരസുന്ദരികൾ, നാരങ്ങമുട്ടായി, കാലകർമ്മം, വനാന്തരങ്ങളിൽ, തണൽ മരങ്ങൾ, തടവറ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ കഥകൾ. അപ്പം ഭൂക്ക് മീൻസ് വിശപ്പ്. ആൻഡ് ഈ ഒരു വിശപ്പ് മാത്രമല്ല ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. പല തരത്തിലുള്ള വിശപ്പിൻ്റെ കഥകളാണ്. ആൻഡ് എല്ലാം അതിമനോഹരമായ കഥകൾ തന്നെയാണെന്ന് പറയാം. പിന്നെ ഇതിൽ പിക്ചേഴ്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ക്യൂട്ട് ബുക്ക് ആക്ച്വലി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ എന്ന് പറയുന്നത് കാലകർമ്മം എന്ന് പറഞ്ഞതാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു പുസ്തകമാണിത്. ഞാൻ എറണാകുളത്ത് പോകുന്ന വഴിക്ക് വായിച്ചാണ്. കാഞ്ഞിരപ്പള്ളി ടു എറണാകുളം യാത്രയിൽ എനിക്കൊന്ന് ഒരു 7 മണിക്ക് തുടങ്ങി 7:50 സാധനം തീർന്നു. ആൻഡ് 1 മണിക്കൂറിൽ താഴെ ഇത് വരുള്ളൂ. എല്ലാ കഥകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇഴപിരിച്ചെടുക്കാൻ കഴിയാത്ത നുണകളാണ്. എന്നാൽ അതിൽ ജീവിതേച്ഛകളുടെ പലതരം സമ്മിശ്രണങ്ങളുണ്ട്. കഥയുടെ ജീവനാഡികൾ ഹൃദയത്തിൽ സൂക്ഷിച്ചാണ് ഓരോ മനുഷ്യനും ആയുസ്സൊടുങ്ങുന്നത്. അതിൽ വിരളമായി ചിലർ കഥകൾ എഴുതി ചേർക്കും. അത്തരം അനേകം കഥകൾ പല കാലങ്ങളിൽ വിവിധ ഇടങ്ങളിലായി നമ്മൾ അനേക രൂപത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും. ആ കഥാരേഖയിലേക്കാണ് ജിയോ തൻ്റെ ആദ്യ കഥാസമാഹാരവുമായി ചേക്കേറുന്നത്. ഭൂക്ക് ഈ പേരിൽ തന്നെയുണ്ട്, വായനക്കാരെ കാത്തു നിൽക്കുന്ന പുതുമ. അപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് എ നൈസ് ബുക്ക്. നല്ല ബുക്കാണ്. പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ബുക്ക് എന്ന് പറയാം. എനിക്കിഷ്ടപ്പെട്ടു. ഇറ്റ്സ് നോട്ട് ദാറ്റ് ദിസ് ഇസ് സോ ഡീപ്പ്, പക്ഷേ സിമ്പിൾ സ്റ്റോറീസിലൂടെ എന്തൊക്കെയൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന പോലത്തെ ഒരു പുസ്തകം. അപ്പം എല്ലാവരും വായിച്ചു നോക്കുക. കാരണം പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന സാധനമാണ്. ക്വിക്ക് റീഡാണ്. രജത് ആർ എഴുതിയ അവതാരിക ഞാൻ വായിക്കാട്ടോ. ഭൂക്ക് നവലോകത്തിൻ്റെ വിശപ്പ്, ദാരിദ്ര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 11 ചെറുകഥകളുടെ സമാഹാരമാണ്. കേവലം 2-3 പേജുകളിലായി ലളിതവും എന്നാൽ ശക്തവുമായ ഭാഷയിൽ സൂക്ഷ്മമായി രൂപപ്പെടുത്തിയതാണ് ഈ ചെറുകഥകൾ. ഉൾക്കൊള്ളുന്ന വിഷയം ഏതുതന്നെയായാലും ഓരോ കഥയും മനുഷ്യാനുഭവങ്ങളെ സമരത്തിൻ്റെയും വിമോചനത്തിനായുള്ള ആഗ്രഹത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. യുവതയുടെ അഭിലാഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മേൽ നിഴൽ വീഴ്ത്തുന്ന നിരന്തരമായ കൂട്ടാളിയായി ഭൂക്ക് എന്ന ടൈറ്റിൽ കഥയിൽ വിശപ്പ് നിലനിൽക്കുന്നു. ചുവന്ന രക്തം ചിതറിയ വെള്ളപ്പൂക്കൾ, ടൈഗർ പറഞ്ഞ കഥ മുതലായവയിലാകട്ടെ സ്വാതന്ത്ര്യ കാംക്ഷികളായ കഥാപാത്രങ്ങളെ നിർദാക്ഷിണ്യം ആക്രമിക്കുന്ന സമൂഹത്തെ കാണാം. ഒടുക്കം ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രധാന കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരൻ പ്രതികൂല സാഹചര്യങ്ങളിലെ മനുഷ്യ പ്രതിരോധത്തിൻ്റെ സങ്കീർണമായ പാളികൾ അനാവരണം ചെയ്യാൻ ശ്രമിക്കുന്നു. അതിലൂടെ സാമൂഹിക വിലക്കുകളെ നിർഭയം പരിശോധിക്കുന്നു. പരമ്പരാഗത മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ അതിരുകളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവരുടെ പോരാട്ടത്തിനൊപ്പം ചേരുന്നു. നാരങ്ങമുട്ടായി, തണൽ മരങ്ങൾ, കാലകർമ്മം പോലെയുള്ള കഥകൾ ലളിതമായി എഴുതപ്പെട്ടവയെങ്കിലും വാത്സല്യത്തിനും അധികാരത്തിനുമിടയിലെ സങ്കീർണതകളെയും തടസ്സങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ സൂക്ഷ്മമായ മണ്ഡലത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുന്നു. ഇതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥയാണ് കാലകർമ്മം എന്ന് പറയുന്നത്. അത് ഭയങ്കര കുഞ്ഞ് കഥയാണെങ്കിലും ഒരു സസ്പെൻസും സർപ്രൈസും നല്ല രസമുണ്ട്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിപ്ലവ നക്ഷത്രം, റഷ്യൻ ചാരസുന്ദരികൾ മുതലായ ഭൂക്കിലെ മറ്റു ചില കഥകളുടെ ആഖ്യാനങ്ങൾക്ക് അമൂർത്ത സ്വഭാവമുണ്ട്. രചയിതാവിൻ്റെ ഈ ബോധപൂർവമായ തിരഞ്ഞെടുപ്പ് വായന അനുഭവത്തെ ഉയർത്തി ആത്മപരിശോധനയ്ക്ക് അവസരമൊരുക്കുന്നു.
സമൂഹത്തിൻ്റെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന മൂലകളിലേക്കുള്ള കണ്ണാടിയായി ബുക്കിലെ കഥകൾ നിലകൊള്ളുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലെ വൈകാരികമായ കഥ പറച്ചിലിലൂടെ അസുഖകരമായ സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ ജിയോ ജോർജ് നമ്മളെ ക്ഷണിക്കുന്നു. അവസാന പേജും അറിഞ്ഞു തീരുമ്പോൾ മാറ്റത്തെ ഉൾക്കൊള്ളണമോ എന്ന ദൗത്യം വായനക്കാരനെ ഏൽപ്പിച്ച് എഴുത്തുകാരൻ പറയുന്നു. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ വായിച്ചു നോക്കുക ഈ പുസ്തകം. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.